ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മളെ നിസ്കാരവും അതേപോലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കിച്ചണിൽ വന്നതാ. ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്താണ് കേട്ടോ ഒന്ന് ചോറുണ്ടാക്കണത്. രാവിലെ വാതിൽ തന്നെ തുറക്കാൻ വയ്ക്കൂല കേട്ടോ, തണുപ്പുകൊണ്ട്. നല്ല തണുപ്പാണ്. അവിടെയൊക്കെ തണുപ്പുണ്ടോ? എല്ലായിടത്തും ഉണ്ടാവില്ലേ തണുപ്പ്? ഇപ്പോൾ തണുപ്പുള്ള കാലമല്ലേ. അപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോഴേ ആ ചൂടിങ്ങനെ തട്ടുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓലക്കൊടിയൊക്കെ വെച്ചാണ്ട് അടുപ്പൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചാണ്ട് അടുപ്പെത്തിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിനിമ്മ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ മണ്ണെണ്ണ ഒഴിക്കലില്ല കേട്ടോ. മണ്ണെണ്ണ ഇല്ല, അതിന് മണ്ണെണ്ണ കഴിഞ്ഞും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓലക്കൊടിമ്മൽ തീയൊക്കെ കത്തിച്ചു കൊടുത്തതാ, വിറകും ചുള്ളലൊക്കെ വെച്ച് കൊടുത്ത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഇൻഡുസ്വാലിൽ നിന്ന് കിട്ടിയ കുക്കർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. കാരണം അവർ ലിങ്കും കാര്യങ്ങളൊന്നും തന്നിട്ടില്ലേനും, അവരിൻ്റെ മെസ്സേജ് കണ്ടിട്ടില്ലേനും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലിങ്കൊന്നും കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാനിതിൽ ചിക്കനൊക്കെ ഇട്ടാണ്ട് നല്ല അടിപൊളി റൈസൊക്കെ ഉണ്ടാക്കിനി. അതേപോലെ തന്നെ ഇന്ന് ഞാനിതിൽ രാവിലെ ഇന്നലെ ഞാൻ പിന്നെ ബീഫും ഉണ്ടാക്കിനി കേട്ടോ. വൈകുന്നേരം ബീഫും വെച്ചിട്ടുണ്ടായിനും. അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് ഈ കുക്കറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലേക്ക് കറിയാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് 2 കഷ്ണമുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും ഒരു തക്കാളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ആണ് ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തേങ്ങ അരച്ച് പറഞ്ഞാൽ ചിക്കനായാലും ബീഫായാലും ഒക്കെ അതിൻ്റെ ഒരു ചുവ കിട്ടിയാൽ മതി കുട്ടികൾക്ക്. അപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമാണേനും. അപ്പോൾ ഇന്നത്തെ കറി അതാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ കട്ട് ചെയ്താണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്കടാനുള്ള മസാലപ്പൊടികളും ഇട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പ് ഇട്ടാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അടച്ച് വെച്ചിട്ടത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ നമ്മളെ കിച്ചണിൽ അത്യാവശ്യമാണ് അല്ലേ. നമുക്ക് പിന്നെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനും അതേപോലെ ബീഫ് കറി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ. വീഡിയോ പബ്ലിക് ആക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ കുറേ കൂട്ടുകാർക്ക് ഈ ഒരു കുക്കർ വാങ്ങാൻ താല്പര്യമുണ്ട് തോന്നുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിനി. റേറ്റ് നല്ല കുറവുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ക്രിസ്മസിൻ്റെ ഓഫറൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച കൂപ്പൺ കോഡും തെറ്റാണ്. ഞാൻ വലിയ അക്ഷരത്തിലാണ് എഴുതിയിട്ടുണ്ടായത് റസീന എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. ഒന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഞാൻ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി ഉമ്മാക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ അരി കഴുകി ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ കിച്ചണിക്ക് വന്നപ്പോൾ നല്ല ഇരുട്ടല്ലേനോ, നല്ല വെളിച്ചക്കുറവേനു. ഇപ്പോൾ കണ്ടോ നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിക്ക് വരല്. അപ്പോൾ കണ്ടോ ഈ മഞ്ഞൊക്കെ ഉണ്ടായിട്ടേ ആ താഴെ തൊടിയിലൊക്കെ ചെറിയ പുല്ലിങ്ങനെ മുളച്ച് വന്നിക്കണം. അതിന്മേൽ കൂടെ ഒക്കെ മഞ്ഞുണ്ട് കേട്ടോ. ഈ മഞ്ഞുകാലത്തെ രാവിലെ ഇങ്ങനെ ഈ പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കണത്. അപ്പോൾ വല്ലാതെ ആസ്വദിച്ച് നിന്നാലേ നമ്മളെ കുട്ടികൾക്ക് പോവാൻ നേരം വൈകും. അപ്പോൾ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം ഒരു പാത്രത്തേക്ക് മുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അരി ഒന്നും കൂടെ തിളച്ച വെള്ളം കൊണ്ട് കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ റേഷൻ കടയിലത്തെ അരിയാകുമ്പോൾ പിന്നെ അങ്ങനെ വേഗം വെന്തോളും. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും അതേപോലെ കറി ഇപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചല്ലോ, ബീഫിൻ്റെ 2 കഷ്ണമൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ഇട്ടാണ്ടൊരു കറിയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശമാവോ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടെങ്കിലേ രാവിലെ ഒരു ബേജാറും ഇല്ല. എളുപ്പം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരും. സ്കൂളുള്ള ദിവസം ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ. ചിഞ്ചുമോൾക്ക് 7:30 പോകണം. മഞ്ജുമോൾ പിന്നെ ഇപ്പോൾ നൈറ്റാണ് ട്യൂഷന്. അപ്പോൾ ഒരു 8-8:30 ആകുമ്പോഴേ പോവുള്ളൂ. എന്നാലും പോകുമ്പോഴത്തേനൊക്കെ ആവണ്ടേ. ചിഞ്ചുമോൾ പോകുമ്പോഴത്തേന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മോൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കൂട്ടാനൊക്കെ ആവണം. അപ്പോൾ ഇന്ന് ചോറ് കൊണ്ടുപോകണില്ല കേട്ടോ, ഒന്ന് പുറത്തുനിന്ന് കഴിക്കുകയാണെന്നാണ് പറഞ്ഞേ. ചോറൊക്കെ ഞാൻ വേഗം അടുപ്പത്തിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ മഞ്ജുമോൾക്ക് ചോറ് വേണ്ട, ചിഞ്ചുമോൾക്ക് കൊണ്ടുപോകാൻ വേഗം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് വേഗം ചോറ് അടുപ്പത്തിട്ടതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിന്ന് ഞാൻ ചോറ് കൊണ്ടുപോകണില്ല, എന്ന് ഫ്രണ്ട്സുകളൊക്കെ പുറത്തുനിന്ന് കഴിക്കുകയാണെന്ന് പറഞ്ഞാണ്. അപ്പം ഞാനും ഓരോ കൂടെ പുറത്തുനിന്ന് കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞാണ്. എപ്പോഴേലൊക്കെ അതേമാതിരി പുറത്തുനിന്നൊക്കെ കഴിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ സമ്മതിക്കലുമാണ്.
അപ്പോൾ ഇതാ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടുവന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരകി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ കറിയും വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ തേങ്ങ അരച്ചതൊക്കെ കറിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് അങ്ങോട്ട് തിളച്ചിട്ട് കറി അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ കുക്കർ അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ കറിയും ബീഫ് കറിയും നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും, മന്തിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു മന്തിൻ്റെ റെസിപ്പി കാണിക്കണ്ട് കേട്ടോ. എന്നോട് കുറേ മുന്നേ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി കുക്കറിൽ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുമോ ചോദിച്ചിട്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കാണിക്കണ്ട് കേട്ടോ. ഇനി കറി ഒന്ന് തൂമിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കരിഞ്ഞ് വെച്ചിട്ടുണ്ടേന്. അപ്പോൾ ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ കറി തീക്കാണ് ഒഴിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ കുക്കറാണ് കഴുകിയും വെക്കാമല്ലോ. പുതിയൊരു പാത്രം എന്തെങ്കിലും കിട്ടിയാലേ പിന്നെ അതിൽ തന്നെ കേട്ടോ കുക്കിങ്. എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. പാത്രങ്ങൾ നമ്മൾ വീട്ടമ്മമാരൊരു വീക്ക്നെസ് ആണല്ലോ അല്ലേ അല്ലെങ്കിലും. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് അധികം ഒക്കെ ഇൻഡസ് വാലിത്തെ പാത്രങ്ങളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ദോശമാവാണ്. ദോശമാവും ഞാൻ കൂട്ടി വെച്ചിട്ടുള്ളത് ഇൻഡസ് വാലിത്തെ ഒരു പാത്രത്തിലാണ്. ഇതൊരു ബിരിയാണി പോട്ടാണ്, ചെറിയൊരു ബിരിയാണി പോട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ റിസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ ക്രിസ്മസിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ടാണ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് വന്നിട്ട് അടുപ്പത്താണ് കേട്ടോ ദോശ ഉണ്ടാക്കുക. പിന്നെ ഉപ്പേരിക്ക് പയറാണ്, ബീൻസാണ് കേട്ടോ, പയറല്ല ബീൻസ്. അപ്പോൾ അതൊക്കെ രാത്രി വൈകുന്നേരം സമയം ഉണ്ടാകുമ്പോൾ നന്നാക്കി വെച്ചാൽ മതി. എന്നാൽ രാവിലെ പെട്ടെന്ന് ഉപ്പേരിയൊക്കെ വെക്കാം. പിന്നെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. ചിഞ്ചുമോള് ചോറുണ്ടോണില്ലല്ലോ, അപ്പോൾ ധൃതിയൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി അത് ഇവിടെ പുറത്തേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട് കഴുകാൻ. ഇപ്പം ഞാനേ ഇപ്പോൾ വേനലല്ലേ, ഇതേപോലെ പുറത്തുനിന്ന് തന്നെയാണ് അരിയൊക്കെ കഴുകട്ടോ. അപ്പോൾ ഇങ്ങനെ ബക്കറ്റൊക്കെ വെള്ളമാക്കുമ്പോഴേ ആ വെള്ളം നമ്മളെ തെങ്ങിനൊക്കെ കൊണ്ടുപോയാണ്ട് ഒഴിച്ചു കൊടുത്താൽ തെങ്ങ് നനയ്ക്കാനായിട്ട് നിൽക്കും വേണ്ട, വെറുതെ വെള്ളം വേസ്റ്റ് ആവില്ല. പച്ചക്കറികളൊക്കെ കഴുകണ വെള്ളവും അരിയൊക്കെ കഴുകണ വെള്ളമൊക്കെ തെങ്ങും കുഴിക്ക് അവിടെ ഒഴിച്ചു കൊടുത്താൽ മതി. തെങ്ങും കുഴിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വാഴയൊക്കെ നമ്മൾ കുഴിച്ചിട്ട വാഴ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാവലുണ്ട് നമുക്ക് ഇവിടെ ഈ താഴെ ഭാഗത്ത്. ഇപ്പോൾ പിന്നെ ഞാൻ തൊടിയിൽ മരുന്നൊക്കെ അടിച്ചതുകൊണ്ടേ വല്ലാതെ ഒന്നും ഇപ്പോൾ നിൽക്കണില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ടൈമും ഇല്ല ഒന്നും ഉണ്ടാക്കാനും, ഒന്നാമത് അതാണ്. ഇനി ദോശ ചുട്ടാലോ. അപ്പോൾ ദോശമാവൊക്കെ നല്ല സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ കുറച്ച് ഈസ്റ്റ് ചേർത്തിനി, അതുകൊണ്ടാണ് അത്ര പതഞ്ഞ് വന്നിട്ടുള്ളത്. ഇപ്പം നല്ല തണുപ്പല്ലേ. പിന്നെ രാത്രി കുറേ വൈകിട്ടാണ് മാവ് കൂട്ടി വെച്ചതും. ഇതിൽ ഉഴുന്ന അധികമല്ല കേട്ടോ, അരിയും ചോറ് കുറച്ച് ബാക്കിയുണ്ടായിനി രാത്രിക്കത്തെ. അപ്പോൾ രാവിലെ അതാരും തിന്നൂല, തിളപ്പിച്ചൂറ്റിയാണ്ടൊന്നും ആരും കഴിക്കൂല. അപ്പോൾ ഞാൻ ആ മാവക്കാണ് ഇട്ട് അരച്ചെടുത്ത്. കുറച്ച് ഉഴുന്നും കുറച്ച് തന്നെ ഉള്ളൂ ഉഴുന്ന് കേട്ടോ, ഒരു 2 സ്പൂണൊക്കെ ഉള്ളൂ. ചോറും പച്ചരിയാണ് കൂടുതൽ. പിന്നെ ഇതിങ്ങനെ ഒന്ന് നൊരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസ്റ്റും ചേർത്തിട്ടുണ്ടേനും, അല്ലെങ്കിൽ തണുപ്പായതുകൊണ്ട്. പിന്നെ രാത്രി ഒരുപാട് നേരേക്കണം മാവ് കൂട്ടി വെച്ചപ്പം. ഉഴുന്ന് തോന്നിടുമ്പോൾ പിന്നെ ഈസ്റ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ മാവ് പൊങ്ങി വരും. അപ്പോൾ മഞ്ജുമോൾക്ക് സ്പെഷ്യൽ ദോശയായിട്ട് ഉണ്ടാക്കി കൊടുക്കണത് ദോശ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താണ്. പിന്നെ സവാള കട്ട് ചെയ്തിട്ട് ഇടണമെങ്കിൽ ഇടാം. മഞ്ജുവിന് ഇഷ്ടമല്ല സവാള കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടി അങ്ങനെ ഒന്ന് വെതറി കൊടുത്തിട്ടുണ്ട്, ഉപ്പും വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരം. ബീട്രൂട്ട് വെച്ചും ഇതേപോലെ ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ദോശൻ്റെ മേലെ കൂടെ അതേപോലെ ആക്കി കൊടുത്ത് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്താലേ നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും ചെയ്യഞ്ഞ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ അത്. പിന്നെ എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, 2-3 ദോശ ഉണ്ടാക്കിനി. മഞ്ജുമോള് പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ഓൾക്ക്. അപ്പോൾ ഓളെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അപ്പം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ കഴിക്കാതെ പോവും. അപ്പം ഇത് ഓൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ഓള് കൊണ്ടുപോയി. പിന്നെയും 2 ഉണ്ടാക്കിനി. മറ്റതൊക്കെ എല്ലാവർക്കും ഓരോ പീസൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഞാനും ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ദോശയും ബീഫില്ലാത്ത ബീഫ് കറിയും അവിടെ ഇവിടെയൊക്കെ ഓരോ കഷ്ണമുള്ളൂ, എന്നാലും ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കറിക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ പാത്രം കഴുകണം. പാത്രം ചിലപ്പോൾ ഉമ്മ കഴുകും. ഞാനും ഉമ്മയൊപ്പാണ് ചായയൊക്കെ കുടിക്കല്. ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉമ്മനെ കാണിക്കാത്തതാണ്, ഉമ്മ മറയിലിരിക്കല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഉമ്മ പാത്രം കഴുകാനും നിന്നു. ഞാൻ പിന്നെ അകൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോന്നതാണ് കേട്ടോ. മേലെ കയറിയതാണ്. ചിലപ്പോൾ ആരെയിലുമായിട്ട് രാവിലെ തന്നെ വരും. ഇപ്പം ഉമ്മ അങ്ങനെ വീട്ടിൽ ഉണ്ടാവുന്നതുകൊണ്ടേ ഉമ്മനെ കാണാനായിട്ട് ആരെയിലൊക്കെ വരും. അപ്പോൾ വീടൊക്കെ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്കും പോലെ ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ചെയ്യാമല്ലോ.
ഇത് ഐഫക്കുട്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ. അത് എപ്പോഴും ഉണ്ടാവും ബെഡിൽ. ചിലപ്പോൾ ഈ ബെഡിലുണ്ടാവും, ചിലപ്പോൾ അപ്പുറത്തെ ബെഡിലുണ്ടാവും. ഓൾക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. അപ്പോൾ 5ാം ക്ലാസ്സിൽ എത്തിക്കണം. എന്നാലും എപ്പം എന്താ വേണ്ടി വെച്ചാൽ ബൊമ്മക്കുട്ടിയാണ് അറിയും. ഇപ്പോഴും ബൊമ്മക്കുട്ടികളെയും കൊണ്ടാ കിടക്കുകയൊക്കെ ചെയ്യട്ടോ. ചിലപ്പോൾ ആയിട്ടുള്ള കുളിപ്പിച്ച് കൊടുക്കലും അതേപോലെ പുതച്ചു കൊടുക്കലും തൊട്ടിയിലിട്ട് ആട്ടലൊക്കെ അങ്ങനത്തെ കളിയൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ ആ റൂമത്തെ ബെഡൊക്കെ വിരിച്ചിട്ട് പിന്നെ ഞാനും ഉമ്മയും നമ്മളെ അനിയത്തിക്കുട്ടിയും ഐഫക്കുട്ടിയും റൂമിലാട്ടോ കിടക്കൽ. ഞങ്ങൾ രണ്ടാളും ആ ചെറിയ കട്ടിൽമ കിടക്കും. ഉമ്മയും അനിയത്തിക്കുട്ടി ഇപ്പുറത്തെ കട്ടിൽമലും കിടക്കും. ഈ കട്ടിൽ എന്താ അവിടെ വേറെ റൂമുണ്ട് നമുക്ക് ഇവിടെ മുകളിൽ. ആ റൂമിൽ കഴിഞ്ഞിട്ട് ആ ചെറിയ കട്ടിലുണ്ടായിരുന്നത്. കുട്ടികളെ പുസ്തകമൊക്കെ കൈമ വെച്ച് ഓര് അങ്ങനെ എഴുതാനും വായിക്കാനൊക്കെ അങ്ങനെ ഇരുന്ന് എഴുതും വായിക്കുകയൊക്കെ ചെയ്യലാണ്. അപ്പോൾ നമ്മളപ്പ എന്നോട് പറഞ്ഞില്ലല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോരുകയാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മാനോട് വിളിച്ചു പറഞ്ഞപ്പോൾ പോലും ആ റൂമിൽ നിന്ന് കട്ടിലൊക്കെ ഒഴിവാക്കിയിട്ടതേനി കേട്ടോ. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ലല്ലോ വിചാരിച്ചിട്ട്. പക്ഷെ അതൊക്കെ ഒരു കുരുത്തത്തിലായും ചെയ്തിട്ടോ. ഒരു റൂം അങ്ങോട്ട് ഫ്രീ ആക്കിയിട്ട് ഒന്നുമില്ലാതെ. അപ്പോൾ അതുകൊണ്ട് പന കൊണ്ടുവന്നപ്പോൾ തന്നെ എളുപ്പം കുളിപ്പിക്കാനും എല്ലാത്തിനും പറ്റി. അങ്ങനെ ഒരുപാട് സമയം വൈകുകയൊന്നും ചെയ്തിട്ടില്ല. 9 മണിയായപ്പോൾ ഉപ്പ മരിച്ചു. 4 മണിക്ക് ഉപ്പാൻ്റെ മയ്യത്തെടുത്തു. ഒന്നിനും ഒരു സമയം വൈകോ വന്നിട്ടില്ല. പക്ഷേ എനിക്കങ്ങനെ ഇപ്പം അപ്പം തന്നെ മരിക്കുമെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ എന്താ അറിയില്ല എന്നോട് ഇപ്പം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞപ്പോൾ ഉമ്മ വന്നുകൊണ്ട് ചെയ്തതാട്ടോ. ഉമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാനിങ്ങനെ നേരം വെളുത്താൽ പോവല്ലോ ഹോസ്പിറ്റലിലേക്ക്. വൈകുന്നേരം ആവും പിന്നെ വരണമെങ്കിൽ. അപ്പോൾ വല്ലാതെ പൊടിയിട്ടാനും ഇതിനൊന്നും ടൈം കിട്ടലില്ല. അപ്പോൾ ഓല് വന്ന് വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് അതൊക്കെ ഒരു കുരുത്തത്തിലായി. പിറ്റേ ദിവസം തന്നെ ഇപ്പം മരിച്ചും ചെയ്ത്. അപ്പോൾ ഞാൻ ബെഡൊക്കെ തട്ടിക്കൊട്ടി വിരിച്ചിട്ടപ്പോൾ തന്നെ ഇവിടെ അടിച്ചു വരൽ തുടങ്ങിയിരുന്നു കേട്ടോ. അനിയത്തിക്കുട്ടിയോട് നേരം വെളുത്താൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചൂലും കൊണ്ട് ഇറങ്ങും അടിച്ചു വരാൻ. പിന്നെ ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരി. മുറ്റത്ത് പിന്നെ അങ്ങനെ കച്ചറകളൊന്നും വല്ലാതെ ഇല്ല. ഇപ്പോൾ നമ്മളെ മുറ്റത്തിന് ഇല ചാടാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ പുല്ല് പെട്ടെന്ന് മുളച്ച് വരും. മഴയാകുമ്പം തീരെ പറയണ്ട, എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഒന്ന് മഴ പെയ്ത് ഇതാകുമ്പോഴത്തേന് പുല്ല് വരും. പിന്നെ പറിച്ച് കഴിയുമ്പോഴത്തേന് പിന്നെയും മഴയാവും. അപ്പോഴത്തേന് പിന്നെയും ഉണ്ടാവും. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ മുൻഭാഗത്ത് റോഡ് സൈഡിൽ കുറച്ചുണ്ടാവും. അങ്ങനെ അപ്പുറത്തെ വീടുത്തെ പ്ലാവിൻ്റെ ഇല ഉണ്ടാവും ചാടിയത്. അവിടെ മാത്രമേ കുറച്ച് കച്ചറ ഉണ്ടാവുള്ളൂ. എന്നാലും എന്നും മുറ്റം ചൂല് തട്ടണം എന്ന് പറയും എൻ്റെ അമ്മ. ഞാൻ ചിലപ്പോൾ അടിച്ചു വരാൻ മടിച്ചൊക്കെ നോക്കും കേട്ടോ. അമ്മ അവിടെ ഉണ്ടായിരുന്നിപ്പം എന്നും അടിച്ചു വരും. വീടിൻ്റെ ചുറ്റുഭാഗം അടിച്ചു വരും. അങ്ങനെ മുറ്റടിച്ചു വാരൽ കഴിഞ്ഞു. താഴെ ഭാഗം പിന്നെ അവിടെ കുക്കീണീൻ്റെ അടിയിലെ പിള്ളയിലൊക്കെ അങ്ങനെ അടിച്ചു തരും. അങ്ങനെ അടിച്ചു വാരി ചൂലൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ വീണ്ടും കിച്ചണിൽ കയറി. അപ്പോൾ നമ്മൾ ബീൻസൊക്കെ കട്ട് ചെയ്ത് വെച്ചിനല്ലോ, അതുകൊണ്ട് ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫാസ്റ്റിംഗ് ആണ് കേട്ടോ കുക്കിങ്. പിന്നെ കറി ഉണ്ടാക്കുന്നത് വൻപയറും പിന്നെ വൻപയർ ഞങ്ങൾ മമ്പയർ എന്നാട്ട് പറയില്ല. ഞാൻ വൻപയർ എന്നൊക്കെ വീഡിയോക്ക് വേണ്ടി പറയാണ്. മമ്പയർ എന്നാണ് പറയാറ്. പിന്നെ അതിലേക്ക് മത്തനുണ്ടല്ലോ, മത്തനും ഇട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് കുറേ സമയം അടുപ്പത്ത് വെക്കേണ്ട, അടുപ്പം വന്നോളും. പിന്നെ എരിവിന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്, മുളക് പൊടി ചേർക്കണില്ല. അപ്പോൾ ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെക്കാം. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ഇന്ന് ബീഫ് വാങ്ങിക്കണേ ഞാൻ. അപ്പോൾ ഇന്ന് ബീഫും ഈ പയറും മത്തനും വെച്ചിട്ടുള്ള കറിയും പിന്നെ നമ്മളെ ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ. അപ്പോൾ ഉപ്പേരി ഇതാ ഞാൻ ചെറിയ തീയിലിട്ടാക്കി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയിട്ട് അതും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചിട്ട് അതിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഉപ്പേരി ആയി. അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് ഇനിയിപ്പം നമ്മളെ മത്തൻ കറി, മത്തനും പയറിട്ടിട്ടുള്ള കറി റെഡിയാക്കുകയാണ് കേട്ടോ. മത്തൻ ഞാൻ ഒരു കഷ്ണം എടുക്കണുള്ളൂ. ആകെ ഒരു കഷ്ണം തന്നെ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ഒരു കഷ്ണം എടുക്കണുള്ളൂ കേട്ടോ. കുറേ ഒന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പയർ കുറച്ച് നേരമായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട്. നല്ലോണം വെന്തിട്ടൊന്നുമില്ല, ഒരു ഹാഫ് വേവായിട്ടുണ്ട്. മത്തൻ പിന്നെ എളുപ്പം വേവും. 2 തള അടിച്ച് കഴിഞ്ഞാൽ മത്തൻ വേവും. അപ്പോൾ മത്തനൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ബീഫും കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും തക്കാളിയൊക്കെ വേണമല്ലോ, ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ കുക്കർ തന്നെയായിട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതന്നെ കാലം അധികം കുക്കിങ്ങിന്. ഇനി കുറേ ദിവസം ഈ കുക്കർ തന്നെ ഞങ്ങൾ കണ്ട് മടുക്കും കേട്ടോ. അപ്പോൾ കുക്കർക്ക് ബീഫ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു സവാള എടുത്തിന്, ചെറിയൊരു സവാള, അത് കട്ട് ചെയ്തതും, ഒരു തക്കാളി കട്ട് ചെയ്തതും, 2 പച്ചമുളകും, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി ഉണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു.
അതേപോലെ മസാലപ്പൊടികളും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിനി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കുക. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കുക. നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. ചട്ടകം കൊണ്ടൊന്നും കുഴച്ചിട്ട് കാര്യമില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴക്കണം. എന്നാലുള്ള മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവുക. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും കൂടി അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ചെറിയ ഉള്ളി കുറച്ചല്ല എടുത്തത്. ചെറിയ ഉള്ളി കുറച്ച് തോനെ ഇട്ട് കൊടുക്കുകയാണെങ്കിലേ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് മുളകിട്ട പോലെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടൊക്കെ അങ്ങനെ കിട്ടും കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളി അധികം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ചെറിയ ഉള്ളിൻ്റെ തൊലി കളയാൻ ചില സമയത്ത് മടിയാണ്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക. പിന്നെ നമുക്ക് കറി ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ ഗ്രേവി ആയിട്ട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചു. ഇനി അതവിടെ കിടന്നിട്ട് വേവട്ടെ. ഇനി കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ എടുത്തിട്ടൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ബീൻസിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ബൗൾക്ക് ഇട്ട് കൊടുത്തു. ആ ചട്ടി ഒഴിവാക്കി. പിന്നെ വിറകടുപ്പിലല്ലേ കറി ഉണ്ടാക്കിയത്, അപ്പോൾ മൺചട്ടിയിലാണ്. അതിൻ്റെ അടിയിലും കറി ഉണ്ടാവും. അപ്പോൾ അതും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഇൻഡസ് വാലിത്തെ പാത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു ചെറിയ കടായി ഉണ്ടല്ലോ, ഇതൊക്കെ ഇൻഡസ് വാലിത്താണ്. ഇതൊരു കോംബോ കിറ്റേനി. അതുപോലെ തന്നെ ഈ താളിക്കണ ചട്ടി ഉണ്ടല്ലോ, ഇതും അതേപോലെ തന്നെ ഇൻഡസ് വാലിത്ത് തന്നെയാണ്. അതേ ഞാൻ പറഞ്ഞത്, നമ്മളെ കിച്ചണിൽ അധികം ഇൻഡസ് വാലിത്തെ പാത്രങ്ങൾ തന്നെയാണ് ഉള്ളതെന്ന്. ഒക്കെ നല്ല പാത്രങ്ങളാണ് കേട്ടോ. നമുക്ക് 100% വിശ്വസിച്ചിട്ട് വാങ്ങിക്കാം. പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല പ്രൊഡക്റ്റുകളാണൊക്കെ. അപ്പോൾ നമ്മൾ കറി ഞാനൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ട് ആ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പയറും അതേപോലെ വൻപയറും പിന്നെ മത്തനും വെച്ചിട്ടുള്ള കറി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് ആ കറി. തേങ്ങ അരച്ച് ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ തേങ്ങയൊന്നും അരച്ചിട്ടില്ല. അങ്ങനെ കറിയൊക്കെ ആയി. ഇനിയിപ്പോൾ ബീഫും ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി ബീഫൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അകൊക്കെ തുടക്കാണ്ട്, അതേപോലെ കുറച്ച് തുണികൾ അലക്കാണ്ട്, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വിരുന്നുകാരൊക്കെ വരും. അപ്പോൾ ഒരിക്കൽ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെയൊക്കെ നിൽക്കും. അങ്ങനെ സമയം പോണതേ അറിയൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്